Good morning, students. Today we are going to look onto a chapter called Is John There Please എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഹെഡിങ് തന്നെ നോക്കുമ്പം ചിലപ്പോൾ മനസ്സിലായേക്കാം. ഈസ് ജോൺ ദെയർ പ്ലീസ് എന്ന് ചോദിക്കുന്നത് ഒരു ടെലിഫോൺ കോൺവെർസേഷനാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതിൻ്റെ അത് നോക്കുന്നത് നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ് എന്ന് പഠിക്കുകയുണ്ടായി. അപ്പം അമേരിക്കൻ ഇംഗ്ലീഷിൽ അമേരിക്കൻസ് സാധാരണ നമ്മളിപ്പം ഒരു ടെലിഫോൺ നമ്പർ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക? ഇപ്പോൾ ഷേക്സ്പിയർ വാസ് ബോൺ ഇൻ 1564. 1564 എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ 1564 എന്നാണ് പറയുക. രണ്ട് ഇതെടുത്തിട്ട് ഇപ്പോൾ 1 5 15 ആയിട്ടും 6 64 എന്നും പറഞ്ഞാണ്, അല്ലാതെ 1564 എന്ന് നമ്മൾ പറയാറില്ല. ഓരോ വർഷങ്ങൾ ഇപ്പം ഐ വാസ് ബോൺ ഇൻ 1999 അങ്ങനെയാണ് പറയാറ്, അല്ലാതെ 1999 എന്ന് പറയാറില്ല. അതുപോലെ തന്നെയാണ് ടെലിഫോൺ നമ്പർ പറയുന്ന കാര്യത്തിലും. ഒരു നമ്പർ പറയുകയാണ്, മൈ ഫോൺ നമ്പർ ഈസ് 1914 എന്നാണ് നമ്മൾ സാധാരണ പറയുക. ആ ഒരു രീതി തന്നെയാണ് നമ്മൾ അമേരിക്കൻസ് ആയിട്ടുള്ള അമേരിക്കക്കാരും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടെലിഫോൺ നമ്പർ പറയുകയാണെങ്കിൽ 224433 എന്ന് പറയും. ഇപ്പോൾ ഇംഗ്ലീഷുകാരാണെങ്കിൽ ഈ ഒരു നമ്പർ, ഈ കൊടുത്തിരിക്കുന്ന ഒരു നമ്പർ കണ്ടോ, ദ നമ്പർ 224433 എന്ന് പറയുന്ന നമ്പർ അമേരിക്കൻസ് ആണെങ്കിൽ 224433 എന്ന് പറയും. അതേസമയം ബ്രിട്ടീഷുകാരാണെങ്കിൽ 224433 എന്ന് പറയും. അവർ 224433 എന്നൊക്കെയാണ് അവർ യൂസ് ചെയ്ത് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പറയുന്നത്, അമേരിക്കക്കാർ ഡീസൻ്റായിട്ട് നമ്മൾ സാധാരണക്കാരെ പോലെ തന്നെ അവർ പറയും. ദ നമ്പർ 802669 ഈസ് 802669. അപ്പം നമ്മുടെ ബ്രിട്ടീഷുകാർ അതുപോലെ തന്നെ ഇപ്പം 0 പറയുന്നത്, അവർ ചില സമയത്ത് 0 എന്ന് പറയുന്നത് അവർ O എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് നോട്ട്. ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഗ്യാസ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്കൊക്കെ വിളിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്ലൈ എന്ന് പറയുന്നത് 09 ചിലപ്പം 9 നോട്ട് 8 നോട്ട് 450 അങ്ങനെ ഒരു നോട്ട് എന്നൊരു പദം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ നോട്ട് എന്ന് പറയുന്നത് 0 എന്നുള്ള ഒരു അർത്ഥം തന്നെയാണ്. അത് സാധാരണ യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാണ്. അതേസമയം അമേരിക്കൻസ് അതിനെ 0 എന്നാണ് പറയാറുള്ളത്. അതേസമയം അവർ O എന്നും പറയാറുണ്ട്. എവരിത്തിങ് കെയിം ടു നോട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോട്ടിൻ്റെ സ്പെല്ലിങ് നോക്കുക. നമ്മൾ പറയും ഇപ്പം 9014 ബ്രിട്ടീഷുകാർ പറയുവാണെങ്കിൽ 9014 എന്ന് പറയും. അപ്പം നോട്ടിൻ്റെ സ്പെല്ലിങ് NOUGHT ആണ്. അതേസമയം ഇംഗ്ലീഷിൽ NOUGHT എന്ന് പറയുന്ന ഒരു വേർഡും കൂടെ ഉണ്ട്. അതല്ല, അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റായിട്ട് നോക്കുക, NOUGHT. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക, എവരിത്തിങ് കെയിം ടു നോട്ട്. അതിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നോട്ട് എന്ന് പറയുന്നത് NAUGHT. ആ പറയുന്നതെന്ന് പറയുന്നത് നത്തിങ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്, ഒന്നുമില്ലായ്മ എന്നുള്ള അർത്ഥമാണ് നോട്ടിന് വരുന്നത്, NAUGHT. നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് NOUGHT ആണ്. അപ്പോൾ 0യുടെ മറ്റൊരു പ്രൊനൗൺസിയേഷനാണ് നോട്ട് എന്ന് പറയുന്നത്. 100,000 ഈസ് 1 ഫോളോഡ് ബൈ 5 നോട്ട്സ്. അപ്പം 100,000 അതിനുശേഷം 5 പൂജ്യങ്ങളുണ്ടെന്ന് പറയുന്നതിനാണ് 5 നോട്ട്സ് എന്ന് പറയുന്നത്. ഇൻ ദിസ് സെൻറ്റൻസ് ദ സ്കോർ ഈസ് 6 ലവ്. ലവ് മീൻസ് 0. അത് ഇറ്റ് കെയിം ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ലവ് വിച്ച് മീൻസ് ആൻ എഗ്. അതുപോലെ തന്നെ 0 കണ്ടുപിടിച്ച ഇന്ത്യക്കാരാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 0 പ്രൊനൗൺസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ നോട്ട് പഠിച്ചു. വേറൊരു ഫ്രാൻസിലുള്ള സാധാരണ 0യ്ക്ക് ലവ് എന്നാണ് പറയുന്നത്. സ്നേഹം എന്ന് പറയാൻ അതിന് ലവ് എന്ന് പറയുന്നതിന് അർത്ഥം തന്നെ എന്നാണ് പറയുന്നത്. ഒരു ആകൃതിയിൽ ഉള്ളതുകൊണ്ടായിരിക്കണം 0 എന്ന് പറയുന്നത്. ദ ടെലിഫോൺ റിംഗ്സ് ആൻഡ് ഐ ലിഫ്റ്റ് അപ്പ് ദ റിസീവർ ആൻഡ് സേ ഹലോ ഇൻടു ദ മൗത്ത് പീസ്. ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്, ദ പേഴ്സൺ ഹു ഈസ് ആൻസറിംഗ് സേസ് ഹലോ and gives the name of the company or firm. Hello Johnson and Brothers. അപ്പോൾ നമ്മൾ നോക്കാനുള്ളത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഫോൺ വിളിക്കുകയാണെങ്കിൽ ഹലോ ഈസ് ദാറ്റ് ജോൺസൺ ആൻഡ് ബ്രദേഴ്സ്
എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഹലോയാണ് ആദ്യം പറയാറുള്ളത്. സാധാരണ ഇപ്പോൾ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ബ്രോ എന്നൊക്കെ പറയാറുണ്ട്, ബ്രോ എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നമുക്ക് ഫോർമലായിട്ട് എങ്ങനെ സംസാരിക്കണം. ഇപ്പം നമ്മൾ വല്ല ഓഫീസിലേക്കോ അല്ലാതെ കമ്പനിയിലേക്കൊക്കെ വിളിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യമേ പറയേണ്ടത് ഹലോ എന്നുള്ളൊരു വേർഡാണ്. എന്നിട്ട് നമ്മൾ സംസാരിക്കാവൂ. അറ്റ് ഹോം യു മിയർലി സേ ഹലോ. ദ കോളർ റെസ്പോൺസ് ആൻഡ് ആസ്ക് ഈസ് ദേർ ജോൺ പ്ലീസ്. അപ്പം സാധാരണ നമ്മളിപ്പോൾ വീട്ടിലേക്കൊക്കെ വിളിക്കുകയാണെങ്കിൽ മിണ്ടുന്നവരാണെങ്കിൽ ഹലോ എന്നും പറയാറൊന്നുമില്ല. പക്ഷേ നമ്മൾ അല്ലാതെ ഫോർമലായിട്ടുള്ളതിൽ ഹലോ പറയണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ബട്ട് ദിസ് ഈസ് അപ്പോൾ സാധാരണ നമ്മൾ ഈ ഹലോ എന്ന് പറയുന്നതിന് എങ്ങനെ ഉണ്ടായതെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ടെലിഫോൺ കണ്ടുപിടിച്ച ആളാണ് ഗ്രഹാം ബെൽ. അപ്പോൾ അദ്ദേഹം ആദ്യം നമുക്ക് അഭിസംബോധന ചെയ്യാൻ അഹോയ് എന്നൊരു വാക്കാണ് ആദ്യം പുള്ളി കൊണ്ടുവന്നത്. അഹോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാവികരായിട്ടുള്ളവർ ഓഹോയ് ഹോയ് ഹോയ് എന്ന് പറയില്ലേ. അപ്പം അത് ഒന്ന് പുള്ളി എടുത്തൊന്ന് മിനുക്കിയാണ് അഹോയ് എന്നാക്കിയത്. പക്ഷേ പിന്നീട് പിൽക്കാലത്ത് എഡിസൺ നമ്മുടെ ബൾബ് കണ്ടുപിടിച്ച പുള്ളി ഹലോ എന്ന് ഉള്ളൊരു വേർഡ് കൊണ്ടുവന്നു. അപ്പോൾ അതാണ് നമ്മളിപ്പം പിന്നീട് എല്ലാ കാലങ്ങളിലും യൂസ് ചെയ്ത് വരുന്നത്, ഹലോ ഹലോ. അപ്പം ബട്ട് ദിസ് ഈസ് എ ഈസ് ദെയർ ജോൺ പ്ലീസ്. അപ്പം this is a typical error in telephonic conversation. The caller should have said is John there please. അപ്പോൾ നമ്മുടെ തലക്കെട്ട് തന്നെ ഈസ് ജോൺ ദെയർ പ്ലീസ് എന്ന് പറയുന്നതാണ് ഹെഡിങ് തന്നെ. അപ്പോൾ സാധാരണ നമ്മുടെ ആളുകൾ എല്ലാം യൂസ് ചെയ്യുന്നത് ഈസ് ദെയർ ജോൺ പ്ലീസ് എന്നാണ് യൂസ് ചെയ്യുന്നത് സാധാരണ. പക്ഷേ അതൊരു ഭയങ്കരമായ തെറ്റാണ്. ഈസ് ദെയർ ജോൺ പ്ലീസ് എന്ന് പറയുന്ന യൂസേജ് വളരെ ഇററാണ്, ടിപ്പിക്കൽ ഇററാണ് ടെലിഫോണിക് കോൺവെർസേഷനിൽ. അതേസമയം അത് ശരിക്കും പറയേണ്ടത് ഈസ് ജോൺ ദെയർ പ്ലീസ് എന്നാണ് ചോദിക്കേണ്ടത്. ഈസ് ജോൺ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക. അതിന് ഇംഗ്ലീഷാണ് ഈസ് ജോൺ ദെയർ പ്ലീസ്. സാധാരണ നമുക്ക് വരുന്നത് ഈസ് ദെയർ ജോൺ പ്ലീസ് എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക, അതൊരു തെറ്റായ കാര്യമാണ്. സപ്പോസ് ദി കോളർ തിങ്സ് ഹീ ഈസ് സ്പീക്കിംഗ് ടു ജോൺ ബട്ട് ഈസ് നോട്ട് ഷുവർ ഹീ മേ സേ ഹലോ ഈസ് ദാറ്റ് ജോൺ. അതുപോലെ തന്നെ നമ്മളിപ്പം ജോണിനെ വിളിച്ചിട്ട് ഞാനിപ്പം ജോണിനെ വിളിക്കുകയാണ്. അപ്പം നമ്മൾ കുറേ സംസാരിച്ചു ജോണിനെ, നമുക്ക് തന്നെ ഒരു പന്തികേട് തോന്നും, ഇത് ജോൺ തന്നെ ആയിരുന്നോ. ഒരു പകുതി സംസാരിച്ച് കുറേ നേരം ഇങ്ങനെ അവൻ്റെ കാര്യങ്ങളും നമ്മുടെ വിശേഷമെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് തോന്നുകയാണ് ഇത് ജോൺ ആയിരുന്നോ എന്നൊരു സംശയം വരുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഹലോ ഈസ് ദാറ്റ് ജോൺ, ജോൺ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈസ് മേ ബി നോട്ടഡ് ദാറ്റ് അമേരിക്കൻസ് ഓഫൻ യൂസ് ദിസ് ഇൻ ദി പ്ലേസ് ഓഫ് ദാറ്റ് ഇൻ ദി എബോവ് സെൻറ്റൻസസ്. അപ്പോൾ അമേരിക്കൻസ് സാധാരണ ദാറ്റിന് പകരം ദിസ് ആണ് ചോദിക്കുന്നത്. അമേരിക്കൻസ് എങ്ങനെയാണ് അത് ജോൺ തന്നെ അല്ലേ എന്ന് ചോദിക്കുന്നത്, ഈസ് ദിസ് ജോൺ എന്ന് ചോദിക്കാറുണ്ട്. സിൻസ് ജോൺ ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ മൈ ഓഫീസ് ഐ ടെൽ ദി കോളർ. അപ്പോൾ നമ്മൾ ജോണിന് വേണ്ടി വിളിക്കുമ്പോൾ ജോൺ അവിടെ ഇല്ലെങ്കിൽ ഓഫീസറിനെ നമുക്ക് കിട്ടുകയാണ്, അവിടുത്തെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒരാളെ കിട്ടുകയാണ്. അപ്പം അദ്ദേഹം പറയുകയാണ് സോറി ഹീ ഈസ് ഔട്ട്, വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്. അപ്പം അദ്ദേഹം വെളിയിലേക്ക് പോയിട്ടിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഒരു മെസ്സേജ് പറയാനുണ്ടോ? ദി കോളർ ദെൻ ടെൽസ് മീ, ഞാൻ പറയുകയാണ് ഇറ്റ്സ് ജോൺസ് സിസ്റ്റർ, പ്ലീസ് ടെൽ ഹിം ഐ വിൽ അറൈവ് ബൈ ദി 5:30 ട്രെയിൻ. ഞാൻ ജോണിൻ്റെ സഹോദരിയാണ്, അവനോട് പറഞ്ഞു തരും ഞാനൊരു 5:30 ട്രെയിനിന് അവിടെ എത്തുമെന്ന് ഉള്ള കാര്യം ഒന്ന് പറഞ്ഞേക്കാൻ പറയാം. സം പീപ്പിൾ മേ സേ ദിസ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ്സ്. അപ്പം ഇറ്റ്സ് ജോൺ സിസ്റ്റർ എന്ന് പറയുന്നത് ചില ആളുകൾ ഇറ്റ്സ് ജോൺ സിസ്റ്റർ എന്ന് പറയാറുണ്ട്. പക്ഷേ അതിനേക്കാളും നല്ലത് ദിസ് ഈസ് ജോൺ സിസ്റ്റർ എന്ന് പറയുന്നതായിരിക്കും. കാരണം ഇറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു യൂസേജ് സാധാരണ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ പറയുന്ന ഒരു ഇറ്റ്സ് എ പെൻ, ഇറ്റ്സ് എ ബുക്ക് എന്നൊക്കെയാണ് പറയാറ്. സാധാരണ ആളുകളെ നമ്മൾ പറയാറ് ദിസ് എന്നുള്ളൊരു പദം വെച്ചിട്ടാണ്. ദിസ് ഈസ് ആണ് ഇച്ചിരി കൂടെ ആപ്റ്റായിട്ടുള്ളത്. The reference to the 5:30 train reminds me of an appointment I have on hand. I ring my friend Tommy up. അപ്പം ഞാൻ ഈ 5:30 ട്രെയിനിൻ്റെ കാര്യം ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഒരാളെ കാണണമല്ലോ എന്നുള്ളൊരു കാര്യം ഓർത്തത്. അപ്പം ഞാൻ ടോമി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ വിളിക്കുകയാണ്. പ്ലീസ് നോട്ട് ദറ്റ് വൈൽ ഇൻ ഇംഗ്ലണ്ട് പീപ്പിൾ റിങ് സംബഡി അപ്പ്, ഇൻ അമേരിക്ക ദേ കോൾ സംബഡി അപ്പ്. അപ്പം നമുക്ക് അവിടെ ടോമീനെ വിളിക്കാൻ നമ്മൾ പോവുകയാണ്. ടോമീനെ വിളിക്കണമല്ലോ എന്നുള്ളൊരു കാര്യം ഞാനിപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഇംഗ്ലണ്ടിലാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഫോൺ വിളിക്കുന്നതിന് പറയുക റിങ് സംബഡി അപ്പ് എന്നാണ്, റിങ് സംബഡി അപ്പ്. അതേസമയം അമേരിക്കയിൽ പറയുന്നത് എന്താണ്, കോൾ സംബഡി അപ്പ്. അമേരിക്കക്കാർ കുറച്ചുകൂടെ പൊതുവേ പ്രശ്നക്കാരല്ല, ഇംഗ്ലണ്ടുകാർക്കാണ് ഇച്ചിരി കൂടെ ഫോർമലായിട്ടുള്ള ലാംഗ്വേജൊക്കെ. ഹലോ, എ വോയിസ് റെസ്പോൺസ്, ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ ടോമി പ്ലീസ്.
ഞാൻ ടോമിയോടൊന്ന് സംസാരിച്ചോട്ടെ. ദ റെസ്പോൺസ് കംസ്, പ്ലീസ് ഹോൾഡ്, ഐ വിൽ സീ ഇഫ് ഹീ ഈസ് ഇൻ. അപ്പോൾ അവിടെ നിന്ന് ഒരു റിപ്ലൈ വരികയാണ്, പ്ലീസ് ഹോൾഡ്, ഐ വിൽ സീ ഇഫ് ഹീ ഈസ് ഇൻ. ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ ഉണ്ടോ എന്ന് നോക്കട്ടെ. അവിടെയും ഒരു തെറ്റുണ്ട്. പ്ലീസ് നോട്ട് ദാറ്റ് വെൽ വി ടെൽ സംബഡി ടു വെയിറ്റ് വി സേ ഹോൾഡ് ഓൺ, ഹാങ് ഓൺ, വൺ മൊമെൻറ്റ് പ്ലീസ്, എക്സെട്ര. ഡു നോട്ട് സേ പ്ലീസ് ഹോൾഡ്. ദ പ്രോപ്പർ എക്സ്പ്രഷൻ ഈസ് ഹോൾഡ് ഓൺ. വൺ മൊമെൻറ്റ് ലേറ്റർ ഐ ഹിയർ ഹിസ് വോയിസ് അഗെയിൻ ആൻഡ് ഹി സേസ്. അപ്പം അദ്ദേഹം, നമ്മൾ ഇവിടെ ടോമി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്നൊരു റിപ്ലൈ വന്നത് പ്ലീസ് ഹോൾഡ് എന്നാണ്. അപ്പോൾ പ്ലീസ് ഹോൾഡ് എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു യൂസേജാണ്. അതിന് പകരം നമ്മൾ ഹോൾഡ് ഓൺ അല്ലെങ്കിൽ ഹാങ് ഓൺ അല്ലെങ്കിൽ വൺ മൊമെൻറ്റ് പ്ലീസ്, ഒരു മിനിറ്റ് ഇപ്പം നോക്കിയിട്ട് വരാം എന്നൊക്കെ പറയുന്നതാണ് ഇച്ചിരി കൂടെ. അല്ലെങ്കിൽ പ്ലീസ് ഹോൾഡ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് സേ പ്ലീസ് ഹോൾഡ്. either you can use hold on, hang on or one moment please in that case. അപ്പം ടോമി ഈസ് ഔട്ട്, ക്യാൻ ഐ ടേക്ക് എ മെസ്സേജ്. അപ്പോൾ ടോമി പുറത്ത് പോയിരിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും പറയണോ? നൗ ഇറ്റ് ഈസ് മൈ ടേൺ ടു ആൻസർ. അപ്പം ഞാൻ പറയുകയാണ്, വെൽ ഇൻ ദാറ്റ് കേസ് ഐ വിൽ സ്പീക്ക് ടു ടോമീസ് യങ്ങർ ബ്രദർ ജോർജ്. ഇറ്റ്സ് ടോമീസ് ഫ്രണ്ട് മാത്യു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ വെല്ലിൻ്റെ ഒരു പ്രയോഗം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു സംശയം വരുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. ഇൻ ദാറ്റ് കേസ് ഐ വിൽ സ്പീക്ക് ടു ടോമീസ് യങ്ങർ ബ്രദർ ജോർജ്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ടോമിയുടെ ബ്രദറായിട്ടുള്ള ജോർജിനെ കോൺടാക്റ്റ് ചെയ്തോളാം. ഇത് ഞാൻ വിളിക്കുന്നത് മാത്യു ആണ്. ഞാൻ ടോമിയുടെ ഫ്രണ്ടായിട്ടുള്ള മാത്യു ആണ് വിളിക്കുന്നത്. ഞാൻ ജോർജിനെ കോൺടാക്റ്റ് ചെയ്തോളാം, കുഴപ്പമില്ല. നൗ ദ പേഴ്സൺ അറ്റ് ദി അതർ എൻഡ് ഐഡൻറ്റിഫൈസ് ഹിംസെൽഫ്. അപ്പം അപ്പുറത്ത് നിന്ന് ഉള്ളൊരു റിപ്ലൈ എന്ന് പറയുന്നത്, ഐ ആം ടോമീസ് ബ്രദർ ജോർജ്. ഞാൻ ടോമിയുടെ ബ്രദർ ജോർജാണ്. നിങ്ങൾക്ക് വല്ല എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, ഞാൻ ടോമിയുടെ ബ്രദറായിട്ടുള്ള ജോർജാണ് എന്ന് പറയാണ്. അവിടെയും ഐ ആം ടോമീസ് ബ്രദർ ജോർജ്, അവിടെയും ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ദിസ് എബോവ് സെൻറ്റൻസ് സൗണ്ട്സ് എ ബിറ്റ് ഓക്വേർഡ് വെൻ യു ആർ ദ പേഴ്സൺ ദ കോളർ ആസ്ക് ഫോർ, ജസ്റ്റ് സേ സ്പീക്കിംഗ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു തെറ്റുകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കറക്റ്റായിട്ടുള്ള യൂസേജ് വെച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ, കേട്ടോ. എന്ത് ടെലിഫോൺ കോൺവെർസേഷൻ ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ മേളിൽ നോക്കിക്കേ, പ്ലീസ് ഹോൾഡ്, ഐ വിൽ സീ ഇഫ് ഹീസ് ഇൻ. അപ്പം നമ്മൾ എവിടെയെങ്കിലും കോൺവെർസേഷൻ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ നമ്മളവിടെ ഹോൾഡ് ഓൺ എന്ന് പറയുന്ന പദം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വൺ മൊമെൻറ്റ് പ്ലീസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കിനി ഒരു ഇതും കൂടെ പഠിക്കാം. ഐ ആം ടോമീസ് ബ്രദർ ജോർജ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് നമ്മളിപ്പം ജോർജാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പം നമുക്ക് സ്പീക്കിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമ്മളിപ്പം ടോമിനെ ബ്രദറിനെ കിട്ടിയില്ല, അതുകൊണ്ട് ടോമിയുടെ ബ്രദറായിട്ടുള്ള ജോർജിനെ കോൺടാക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അപ്പുറത്ത് നിന്ന് ആൾ പറഞ്ഞത് എന്നോട് പറഞ്ഞോളൂ ഞാൻ ജോർജാന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയുന്നത് ഐ ആം ടോമീസ് ബ്രദർ ജോർജ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അതിന് പകരം ജോർജാണെങ്കിൽ അപ്പുറത്തെ ജോർജാണ് സംസാരിക്കുന്നതെങ്കിൽ സ്പീക്കിംഗ് എന്ന് മാത്രം പറയുക. അപ്പോൾ നമ്മൾ കോൺവെർസേഷനിൽ സ്പീക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ആ ഒരു ഭാവനയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ യുക്തി അനുസരിച്ച് വേണം നമ്മൾ ടെലിഫോൺ കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യാൻ. ഡു നോട്ട് കൺക്ലൂഡ് എ ടെലിഫോൺ കോൺവെർസേഷൻ. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ടെലിഫോൺ കോൺവെർസേഷനിൽ നമ്മൾ എഴുതുമ്പം സ്റ്റാർട്ടിങ്ങും കറക്റ്റായിരിക്കണം, എൻഡിങ്ങും കറക്റ്റായിരിക്കണം. സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഹലോയിൽ തുടങ്ങും, അതുപോലെ തന്നെ എൻഡിങ് ഇപ്പോൾ നമ്മൾ ലെറ്റർ റൈറ്റിംഗ് പഠിച്ചു. അപ്പം അതിൻ്റെ അവസാനം സൈൻ ആൻഡ് ഇപ്പോൾ ആളുടെ പേരും സൈനും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. അപ്പം ഒരു ടെലിഫോൺ കോൺവെർസേഷനിൽ സാധാരണ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് അവസാനത്തെ നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് പ്രോപ്പറായിട്ട് നിർത്തുക, അതാണ് കൺക്ലൂഡിങ് എന്ന് പറയുന്നത്. Do not conclude a telephone conversation with an abrupt bye or goodbye. Before you put the phone down, excuse yourself for concluding the conversation. അപ്പം വളരെ സ്മൂത്തായിട്ട് വേണം നമ്മൾ ടെലിഫോൺ കോൺവെർസേഷൻ കൺക്ലൂഡ് ചെയ്യാൻ. അപ്പം അതിന് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, വെൽ ഇറ്റ്സ് ടൈം, ഐ ഗോട്ട് ബാക്ക് ടു വർക്ക്, ഓക്കെ ഐ സീ യു സൂൺ, ഓക്കെ സീ യു സൂൺ ബൈ. അപ്പം പറയുകയാണ്, ഞാൻ ചോദിക്കുകയാണ്, വെൽ ഇറ്റ്സ് ടൈം, ഐ ഗോട്ട് ബാക്ക്, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി, ഞാൻ പോവുകയാണേ, ഞാൻ പിന്നെ കാണാം എന്ന് പറയുകയാണ്. അപ്പോൾ അപ്പുറത്ത് നിന്ന ആൾ പറയുകയാണ്, ഓക്കെ സീ യു സൂൺ ബൈ. അപ്പം ഓക്കെ സീ യു സൂൺ ബൈ, പിന്നെ കാണാം, സീ യു സൂൺ, പിന്നെ കാണാം, ശരി ബൈ. അതാണ് പ്രോപ്പർ കൺക്ലൂഡിങ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നമ്മുടെ എക്സാമിൻ ചെയ്യുമ്പം നോക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ. അപ്പം സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കറക്റ്റായിരിക്കണം ഒരു ടെലിഫോൺ കോൺവെർസേഷനിൽ. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഡയലോഗ്സ് എല്ലാം നമ്മളിപ്പോൾ ഈ
ചാപ്റ്ററിൽ പഠിച്ചതുപോലെയൊക്കെ നമ്മൾ ദിസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഹലോ ഈസ് ദാറ്റ് ജോൺ, അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈസ് ദിസ് ജോൺ അതൊക്കെ യൂസ് ചെയ്യാം. തെറ്റായിട്ടുള്ള കാര്യം യൂസ് ചെയ്യാതെ നമ്മൾ കറക്റ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചല്ലോ. പ്ലീസ് ഹോൾഡ് എന്ന് പകരം ഹോൾഡ് ഓൺ യൂസ് ചെയ്യുക. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ, അതുപോലെ സ്പീക്കിംഗ് അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വിട്ട് കളയരുത്. അപ്പം എക്സസൈസ് കാര്യങ്ങളുമൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഈ ഒരു മൊഡ്യൂൾ കഴിയുമ്പോൾ എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സസൈസ് നോക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങളിത് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും പഠിക്കേണ്ട എന്നുള്ളൊരു ഇതിൽ വരികയാണ്. അപ്പം കുറച്ച് ചാപ്റ്റേഴ്സ്, സെലക്റ്റീവായിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം നോക്കിയാൽ മതി. ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ ഗ്രൂപ്പിൽ പറയാം. ആ ചാപ്റ്റർ മാത്രം പഠിക്കുക. ബാക്കിയുള്ള ചാപ്റ്റർ പഠിക്കേണ്ടാത്തതാണ്, യൂണിവേഴ്സിറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി ആ ഒരു ചാപ്റ്റേഴ്സ് മാത്രം ഫോളോ ചെയ്താൽ മതി. താങ്ക് യു.